ഹായ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്ട്രോക്കിനെ കുറിച്ച് കേൾക്കാത്തവരോ സ്ട്രോക്ക് വന്ന രോഗികളെ കാണാത്തവരോ കുറവായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ട്രോക്ക് എന്ന അവസ്ഥയെ കുറിച്ചാണ്. എന്റെ പേര് ഇസാഖ് ഷഹീർ. എടപ്പാൾ ആരോഗ്യ നികേതനം ഹോസ്പിറ്റലിലെ ന്യൂറോ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം ഇത് രണ്ട് തരത്തിലാണ് ഉള്ളത്. ബ്രെയിനിലെ രക്തക്കുഴൽ പൊട്ടി ഉണ്ടാകുന്ന സ്ട്രോക്കിനെ ഹെമറേജിക് സ്ട്രോക്ക് എന്നും രക്തക്കുഴലിൽ ബ്ലോക്ക് മൂലം ഉണ്ടാകുന്നതിനെ ഇസ്കീമിക് സ്ട്രോക്ക് എന്നും പറയപ്പെടുന്നു. ഹൈ ബി മൂലമോ അല്ലെങ്കിൽ മറ്റ് ജീവിതശൈലി രോഗങ്ങളുടെ പരിണിത ഫലമായിട്ടാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. സ്ട്രോക്ക് വന്നവരിൽ 85% ആളുകളിലും ഇസ്കീമിക് സ്ട്രോക്കാണ് കണ്ടുവരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കോവിഡ് വന്നു പോയതിനു ശേഷം ഇത്തരത്തിലുള്ള സ്ട്രോക്കുകൾ അധികമായി രേഖപ്പെടുത്തുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുന്നത് വഴി ബ്രെയിനിൽ ഉണ്ടാവുന്ന ഡാമേജിനെ കുറയ്ക്കാനും അതുപോലെ സ്ഥിരമായി ഉണ്ടാക്കാവുന്ന വൈകല്യങ്ങളെ കുറയ്ക്കാനും അതുപോലെ മരണത്തെ തന്നെ തടയാനും നമുക്കിത് സഹായകമാവും. അടുത്തതായി സ്ട്രോക്ക് വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. ആരിലൊക്കെയാണ് സ്ട്രോക്ക് വരുന്നത്, എന്തുകൊണ്ടാണ് സ്ട്രോക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാം. ഒന്നാമതായി ഹൈ ബ്ലഡ് പ്രഷർ. ഉയർന്ന രക്തസമ്മർദ്ദം മൂലം സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒബേസിറ്റി, പൊണ്ണത്തടി കാരണം സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ലാക്ക് ഓഫ് എക്സസൈസ്, വ്യായാമമില്ലാത്തൊരവസ്ഥയിൽ സ്ട്രോക്കിലേക്ക് വഴിവെക്കുന്നു. അതുപോലെ മദ്യപാനികളിലും പുകവലിക്കുന്നവരിലും സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഡയബറ്റിക്, പ്രമേഹ രോഗികളിലും സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായി സ്ട്രോക്കിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, സ്ട്രോക്കിന്റെ സിംറ്റംസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും രണ്ട് സ്ട്രോക്കുകളിലും ഏകദേശം ഒരേ സിംറ്റംസ് തന്നെയാണ് കാണപ്പെടുന്നത്. നമ്മുടെ ബ്രെയിനിലെ ഓരോ ഭാഗത്തിനും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. ഉദാഹരണത്തിന് കൈകാലുകൾ ചലിപ്പിക്കുന്ന ഭാഗം, അതുപോലെ തന്നെ ബാലൻസ്, സ്പീച്ച്, ടേസ്റ്റ്, മെമ്മറി എന്നിങ്ങനെ ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത് ബ്രെയിനിലെ ഓരോരോ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ബ്രെയിനിലെ ഏത് ഭാഗത്താണോ സ്ട്രോക്ക് ഉണ്ടാവുന്നത് അതത് ലക്ഷണങ്ങളായിരിക്കും ആ സ്ട്രോക്ക് രോഗികൾക്ക് കാണപ്പെടുന്നത്. എന്നിരുന്നാലും സാധാരണയായി കണ്ടുവരുന്ന സിംറ്റംസിനെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ബി ഫാസ്റ്റ് എന്ന് പറയാം. അടുത്തതായി എന്താണ് ബി ഫാസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ബി ഫോർ ബാലൻസ്, പെട്ടെന്ന് ബാലൻസിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. അടുത്തത് ഇ ഫോർ ഐ, കാഴ്ചയിൽ ഉണ്ടാവുന്ന മങ്ങലുകളോ മറ്റു ബുദ്ധിമുട്ടുകളോ. അടുത്തത് എഫ് ഫോർ ഫേസ്, നമ്മൾ ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ മുഖം ഒരു വശത്തേക്ക് കൂടി പോകുന്ന അവസ്ഥ. അടുത്തത് എ ഫോർ ആം, നമ്മുടെ കൈ നീട്ടി പിടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. അടുത്തത് എസ് ഫോർ സ്പീച്ച്, നമ്മൾ സംസാരിക്കുമ്പോൾ കുഴഞ്ഞു പോവുകയോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ സംസാരം മനസ്സിലാവാതിരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ. അടുത്തത് ടൈം ടു കോൾ, മുകളിൽ പറഞ്ഞ ഏതെങ്കിലും സിംറ്റംസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ വിളിക്കുകയും രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും വേണ്ട ചികിത്സാ സഹായങ്ങൾ തേടുകയാണ് ചെയ്യേണ്ടത്. ബിക്കോസ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്രയും പെട്ടെന്ന് രോഗിക്ക് ചികിത്സ ലഭ്യമാക്കുന്നത് വഴി തലച്ചോറിന് ഉണ്ടാകുന്ന ഡാമേജ് കുറയ്ക്കാനോ അല്ലെങ്കിൽ വൈകല്യത്തെ കുറയ്ക്കാനോ മരണത്തെ തന്നെ തടയാനോ നമുക്ക് സാധിച്ചേക്കാം. അപ്പോൾ മുകളിൽ പറഞ്ഞ സിംറ്റംസ് എന്തെങ്കിലും കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പേഷ്യൻസിനായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ആദ്യത്തെ 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ കാണുകയും അവർ വേണ്ട വിധത്തിലുള്ള വൈദ്യസഹായം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ എത്തിയിട്ടുള്ള പേഷ്യൻസിന് നമ്മുടെ CT സ്കാൻ, MRI സ്കാൻ പോലത്തെ സ്കാനിങ്ങുകൾ എടുക്കുകയും ഇത് ഏത് തരത്തിലുള്ള സ്ട്രോക്ക് ആണെന്ന് നിർണ്ണയിക്കുകയും ചെയ്യുന്നു. സ്ട്രോക്ക് മൂലം നശിച്ചുപോയ ബ്രെയിൻ സെൽസ് ഒരിക്കലും തിരിച്ചൊരു റിക്കവറി ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ നശിച്ചുപോയ സെൽസിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ അതിൻ്റെ ധർമ്മം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു. ഇതിനാണ് ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സ്ട്രോക്കിന് മെഡിസിനും സർജറിയും പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിയോതെറാപ്പി. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ട്രോക്ക് രോഗിക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് ആ രോഗിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഘടകങ്ങൾ. ഫോർ എക്സാമ്പിൾ ലോസ് ഓഫ് ബാലൻസ്, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോകുന്ന അവസ്ഥ, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ, ദൈനംദിന ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ മറ്റൊരാളുടെ സഹായത്തോടു കൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വരിക. ഇതുപോലെ ബുദ്ധിമുട്ടുന്ന രോഗികളെ നമുക്ക് ഫിസിയോതെറാപ്പിയുടെ സഹായത്തോടു കൂടി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഫിസിയോതെറാപ്പി ചെയ്യുന്നത് മൂലം അവരുടെ മസിൽ ലോസ് കുറയ്ക്കാനും അവരുടെ മസിൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാനും സഹായിക്കുന്നു. അതുപോലെ അവർക്ക് മൊബിലിറ്റി ട്രെയിനിങ് കൊടുക്കുന്നു, മൂവ്മെന്റ്സ് ആൻഡ് ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. അതുപോലെ അവരെ മൊബിലിറ്റി ട്രെയിനിങ് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്തുകൊണ്ട് അവരുടെ മൂവ്മെന്റ് ആൻഡ് ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നു. അവരെ മെന്റൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്നു.
അതുപോലെ അവരെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാൻ അവരെ പ്രാപ്തിയാക്കിക്കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നാണ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ധർമ്മം.